ഇന്ത്യയുടെ സുഖോയ് വിമാനങ്ങൾ ഇനി സുഖോയ് 30 വിമാനങ്ങളല്ല, സൂപ്പർ സുഖോയ് 30 വിമാനങ്ങളാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ റഷ്യയിൽ നിർമ്മിച്ച് ഇന്ത്യക്ക് നൽകുകയും ഇന്ത്യയിൽ അത് നമുക്ക് നിർമ്മിക്കാനുള്ള ലൈസൻസ് നൽകുകയും ചെയ്തിട്ടുള്ള ഒരു വിമാനമാണ് സുഖോയ് MKI ഫോർ ഇന്ത്യ. നമ്മൾ MK1 എന്നും പലപ്പോഴും പലരും പറഞ്ഞു കാണാറുണ്ട്. പക്ഷെ അത് MKI ആണ്, ഇന്ത്യൻ വെർഷൻ. റഷ്യയുമായി നമുക്കുള്ള പ്രതിരോധ രംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം റഷ്യ, നോർത്ത് കൊറിയ, ചൈന ട്രയാങ്കിളാണ്. അപ്പോൾ റഷ്യയുടെ ഏറ്റവും പുതിയ ആയുധങ്ങൾ നോർത്ത് കൊറിയയ്ക്കും ചൈനയ്ക്കും എപ്പോഴും അവർ കൈമാറാറുണ്ട്. നോർത്ത് കൊറിയയ്ക്ക് കൈമാറുന്നത് ഇന്ത്യക്ക് ഒരു വിഷയമല്ല, പക്ഷേ ചൈനയ്ക്ക് കൈമാറുന്നത് ഇന്ത്യക്ക് അതൊരു വലിയ വിഷയം തന്നെയാണ്. ഇന്ത്യക്ക് നൽകിയിട്ടുള്ള S-400, അതിന്റെ മുൻ വർഷനായ S-300 വർഷങ്ങൾക്ക് മുമ്പേ ചൈന റഷ്യയിൽ നിന്ന് കരസ്ഥമാക്കി. അതുപോലെ റഷ്യ നമുക്ക് തന്നിട്ടുള്ള പല വിമാനങ്ങളിലെയും ഒരു വിമാനത്തിന്റെയും എഞ്ചിൻ ടെക്നോളജി നമുക്ക് തന്നിട്ടില്ല. പലതിൻ്റെയും സോഴ്സ് കോഡുകൾ നമുക്ക് തന്നിട്ടില്ല. പലതിലും മോഡിഫിക്കേഷൻ നടത്താനുള്ള അനുമതി നമുക്ക് തന്നിട്ടില്ല. നമ്മൾ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത പുതിയ ആയുധങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ സമ്മതിക്കാറില്ല. ഇത് ഇന്ത്യൻ എയർഫോഴ്സിനെയും ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷനും ഒക്കെ ശ്വാസം മുട്ടിക്കുന്ന ഒരവസ്ഥയിലോട്ട് എത്തിച്ചു. അതുകൊണ്ട് തന്നെയാണ് Su-57 നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ട് പോലും ഇന്ത്യ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തത്. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലും ഇന്ത്യ കാര്യത്തിൽ വലിയ താല്പര്യം കാണിക്കാം. കാര്യം ഇതേ വിമാനങ്ങൾ, ഇതേ ടെക്നോളജി അവർ ചൈനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചൈനയുടെ ആകാശത്ത് നമുക്ക് ഒരു മുൻകൈ ഒരിക്കലും നേടാൻ സാധിക്കില്ല. ഇത് മനസ്സിലാക്കിയാണ് നമ്മൾ റഫാലും ഇസ്രായേലിലോട്ടും ഫ്രാൻസിലോട്ടും ഒക്കെ നമ്മൾ കണ്ണയച്ചു തുടങ്ങിയത്. നമ്മൾ ഓർക്കുകയാണെങ്കിൽ 99 കാർഗിൽ യുദ്ധത്തിൽ നമ്മുടെ മിറാജ് 2000-നും മിറാഷിനും ജഗ്വാറിനും ഒക്കെ ഉള്ള സെൻസറുകൾ നമുക്ക് ഇസ്രായേലാണ് തന്ന് സഹായിച്ചത്. അതേപോലെ റഷ്യൻ വിമാനങ്ങൾക്ക് ആവശ്യത്തിനുള്ള അക്സസറീസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്കത് യുദ്ധ മേഖലയിൽ മുൻകൈ നേടാൻ സഹായിക്കില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇന്ത്യ ആ രംഗത്ത് ഏറ്റവും കൂടുതൽ വികസനങ്ങളിലോട്ട് പോയത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഡെവലപ്പ് ചെയ്ത് നിർമ്മിച്ചു വരുന്ന ഈ സുഖോയ് 30 MKI വിമാനങ്ങളെ നമ്മൾ സൂപ്പർ സുഖോയ് ആക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സൂപ്പർ സുഖോയ് വിമാനങ്ങളായിരിക്കും. ഒരുങ്ങുന്നുമല്ല, അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ അതില് ഏറ്റവും വലിയ നേട്ടമായിട്ട് നമ്മൾ വരുന്നത് വിരൂപാക്ഷ എന്ന ഐസാർ റഡാർ. ഈ റഡാറിന്റെ ഒരു പ്രത്യേകത, അതിന്റെ സ്കാനിങ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്, സ്കാനിങ് ആക്യുറസി വളരെ കൂടുതലാണ്. മാത്രമല്ല പല ആംഗിളുകളിലും ഇതിന് സ്കാൻ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇത് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത് മിനി അവാക്സ് എന്നാണ്, മിനി എയർലി വാർണിംഗ് സിസ്റ്റം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. മാത്രമല്ല സിഗ്നിഫിക്കന്റ് ലെവലില് ഇതിനെ സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടെന്നാണ് ഇന്ത്യ അവകാശപ്പെടുന്നത്. എന്തായാലും ഇത് ആദ്യത്തെ ചുവടുവയ്പല്ല. കഴിഞ്ഞ ആഴ്ച സുഖോയ് 30 വിമാനങ്ങളിൽ ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രമായ ബ്രഹ്മോസ് മിസൈലുകളുടെ ന്യൂ ജനറേഷൻ വെർഷനായ, അതായത് വളരെ ഭാരം കുറഞ്ഞതും വളരെ വലിപ്പം കുറഞ്ഞതും ആയിട്ടുള്ള NG വെർഷൻ, അത് 3 തൊട്ട് 5 വരെ NG വെർഷൻ ബ്രഹ്മോസ് സുഖോയിൽ ഘടിപ്പിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു. 40ഓളം വിമാനങ്ങളിൽ ഇന്ത്യ അതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കൂടെ വിരൂപാക്ഷ റഡാറും മറ്റു പല സാങ്കേതിക വിദ്യകളും അതിനകത്ത് MK-30 ഇന്ത്യ ഇന്റഗ്രേറ്റ് ചെയ്യാൻ. അതിൽ പ്രധാനപ്പെട്ടത് അസ്ത്ര MK-3 എയർ ടു എയർ മിസൈലുകളാണ്. നമുക്കറിയാവുന്നതുപോലെ ബ്രഹ്മോസിന്റെ കൂടെ അസ്ത്രയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആകാശത്തെ സ്ട്രൈക്ക് പവർ വളരെ വളരെ കൂടുതലാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോക്പിറ്റിന്റെ ഡിസ്പ്ലേ കംപ്ലീറ്റ് മാറ്റി നമ്മൾ പുതിയ മിഷൻ കമ്പ്യൂട്ടർ, ഏറ്റവും അഡ്വാൻസ്ഡ് ആയുള്ള മിഷൻ കമ്പ്യൂട്ടർ അതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തു. അങ്ങനെ ഇതിനെ ഒരു 4.5 ജനറേഷൻ യുദ്ധ വിമാനമായിട്ട് ഇന്ത്യ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കാണ്
ഇന്ത്യ അവകാശപ്പെട്ടത് ഇത് സുഖോയ് അല്ല, സൂപ്പർ സുഖോയ് 30 MKI ആണ്. എന്തായാലും ചൈനയുടെ ആകാശത്ത് ഇന്ത്യക്ക് മേൽക്കൈ നേടണമെങ്കിൽ ഇത്തരം ധാരാളം പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മുടെ വിമാനങ്ങളിൽ ഇന്റഗ്രേറ്റ് ചെയ്താലേ സാധിക്കുകയുള്ളൂ. പുതിയ മിസൈലുകൾ നമുക്ക് ആവശ്യമുണ്ട്, പുതിയ സ്റ്റെൽത്ത് വിമാനങ്ങൾ ആവശ്യമുണ്ട്. കാര്യം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പാകിസ്ഥാൻ അല്ല ഇന്ത്യക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വൈതരണി. ഇന്ത്യയുടെ പ്രഖ്യാപിത ശത്രു ചൈനയാണ്. ചൈനയുടെ അതിർത്തിയും ചൈനയുടെ ആകാശവുമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. നന്ദി, നമസ്കാരം.